ഗവൺമെന്റിന്റെ പബ്ലിക് ഫിനാൻസ് മാനേജ്മെന്റ് ഒരു കമ്പനിയുടെ ഫിനാൻസ് മാനേജ്മെന്റ് പോലെയല്ല. 100 കോടിക്ക് 100 കൊണ്ട് ഇടാൻ പറ്റൂ മാക്സിമം. അതുകൊണ്ട് GDP ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള ഒരു വർക്കും ഈ 10 വർഷം കൊണ്ട് നടന്നിട്ടില്ല. ഈ ഗവൺമെന്റ് ഗൗരവമായ GDP ഗ്രോത്തിന് ദീർഘകാല പ്രയോജനം ഉണ്ടാവുന്ന എന്ത് കാര്യമാണ് ചെയ്തത്? ഇപ്പൊ 91 കാലം നമുക്കെല്ലാം ഓർമ്മയുണ്ടല്ലോ. അന്ന് സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് അഭിമാനത്തോട് പറയും, സാറേ എനിക്ക് 35,000 രൂപയാണ് ശമ്പളം, ചേർക്കാനും മോളിപ്പോ അവിടെ ചേർന്ന് ടെക്നോ പാർക്കിൽ 30,000. ഓർമ്മയില്ലേ ആ ഡയലോഗ്? ഇപ്പൊ ഉണ്ടോ? 8,000 രൂപയ്ക്ക് എഞ്ചിനീയർമാരെ ജോലിക്ക് വെക്കുകയാണ് 10,000 രൂപയ്ക്ക്. ഇവിടെ ആരെങ്കിലും ഡിസ്കസ് ചെയ്യുന്നുണ്ടോ ഈ വിഷയം? എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഇപ്പൊ കോട്ടയാണല്ലോ ഒരു പ്രധാനപ്പെട്ട എഡ്യൂക്കേഷന്റെ സെന്റർ. 818 തുടങ്ങിയ CMS ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിൽ പോലും സീറ്റ് ഒഴിഞ്ഞാണ്. എല്ലാം പ്രധാനപ്പെട്ട കോളേജുകളിലും സീറ്റുകൾ ഒഴിച്ചു കിടക്കുക. കാരണം അത് ആരെങ്കിലും ഡിസ്കസ് ചെയ്യുന്നുണ്ടോ? അല്ല, അത് പിന്നെ ഒരു കാലത്തിന്റെ മാറ്റം എന്ന് പറഞ്ഞു, ഒരു കാലത്തിന്റെ വിദ്യാഭ്യാസത്തിന്റെ തകർച്ച അല്ല, അത് തീർച്ചയായിട്ട് മാത്രം കരുതാൻ പറ്റുമോ? കാരണം കുട്ടികൾ ഇപ്പോൾ ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള കോഴ്സുകളുടെ പുറകെ പോകുന്നതിന്റെ കൂടെ കാരണമല്ലേ ഇപ്പൊ ഡിഗ്രി ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ പഠിച്ചിട്ട് എന്താ കാര്യം ഇവിടെ? ഇപ്പൊ ആ കോഴ്സുകളൊക്കെ പോയ കുട്ടികളെ കുറിച്ച് വല്ല പഠനം ആരും നടത്തിയോ? അല്ല, അത് തന്നെ ആ കുട്ടികളുടെ ഫാൻസി കോഴ്സുകളിൽ പോവാണ്. ആ ഫാൻസി കോഴ്സിൽ പോയവരെ കുറിച്ചൊരു പഠനം ഇല്ല. എന്താ സ്ഥിതി എന്നറിയോ? ആ പല ഫാൻസി കോഴ്സിൽ പോയവർക്ക് PSCക്ക് വരെ അപേക്ഷിക്കാൻ പറ്റണില്ല. അതതിന്റെ വേറൊരു വശം. പക്ഷെ പുറത്തു പോയി പലരും രക്ഷപ്പെട്ടിട്ടുണ്ട്. പുറത്തു പോയി ഉള്ളവരൊക്കെ നമ്പർ വളരെ കുറവാണ്. പക്ഷെ അപ്പൊ ഗവൺമെന്റ് എന്താ ചെയ്യണ്ടേ? അത് റീഡൂ ചെയ്യണ്ടേ? ശരി, ഇങ്ങനൊരു പഠന റിപ്പോർട്ട് വന്നു, നമുക്ക് കോളേജുകളിൽ ഇന്ന മാറ്റം വരുത്തണം. എഞ്ചിനീയറിംഗ് കോളേജുകൾ പൂട്ടി, പോളിടെക്നിക് ആക്കി, പോളിടെക്നിക് പൂട്ടി ITI ആക്കി. അപ്പൊ ITI സെക്ടറിൽ ഒരുപാട് ജോലി ആവശ്യമുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ജോബ് ഓറിയന്റഡ്. എന്താ ITIയിൽ മാറ്റം വന്നേ? അങ്ങനെ വരണ്ടേ? അതൊക്കെ പ്രൈവറ്റ് സെക്ടർ അവർക്ക് ഇഷ്ടമുള്ള ചില കാര്യങ്ങൾ, ഫാൻസി കോഴ്സസ് തുടങ്ങിയതല്ലാതെ എഡ്യൂക്കേഷൻ സെക്ടറിൽ വരുത്തേണ്ട മൗലികമായ മാറ്റമോ അതിനെ സംബന്ധിച്ച വസ്തുതാ പഠനം നടത്തിയില്ല. ഇപ്പൊ ഇത്തരം വിഷയങ്ങളാണ് ഈ കോപ്പറേറ്റീവ് സെക്ടർ. ഞങ്ങളൊക്കെ പ്രവർത്തിക്കുന്ന ഒരു ബാങ്കിൽ എന്തെങ്കിലും കോപ്പറേറ്റീവ് സെക്ടറിൽ നിക്ഷേപത്തിന് കുറവുണ്ടായിരുന്നു കേരളത്തിൽ? നിക്ഷേപം കുത്തനെ കുറഞ്ഞു. ഞാൻ പേര് പറയാൻ പാടില്ല. ഈ തിരുവനന്തപുരത്ത് തെക്കൻ കേരളത്തിലുള്ള ഒരു 600-700 കോടി രൂപയുള്ള ഒരു സൊസൈറ്റി, അവർ 70 കോടിയാണ് പ്രതീക്ഷിച്ചത്. 10 കോടി കഴിഞ്ഞില്ല എക്സ്ട്രാ. ഒരുപാട് സൊസൈറ്റികൾ പൂട്ടിപ്പോയി. ഇതുപോലെ സൊസൈറ്റി പൂട്ടിപ്പോയ കാലമുണ്ടോ? കരുവന്നൂരിൽ നിന്നാണ് തുടക്കം. അത് അകത്തുണ്ടായ പ്രശ്നമാണ്, കരുവന്നൂരിന്റെ അകത്തുള്ള കള്ളത്തരം. പക്ഷെ ബാക്കി എല്ലാ സൊസൈറ്റി അതുകൊണ്ടല്ല. സൊസൈറ്റികളിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതുകൊണ്ട് കസ്റ്റമേഴ്സ് വിഡ്രോ ചെയ്യാണ്. ഓരോ ദിവസവും തെക്കൻ കേരളത്തിൽ, പ്രത്യേകിച്ച് തെക്ക് കിഴക്കൻ മേഖലയിൽ ഒരു 10-200 സൊസൈറ്റികൾ പൊളിഞ്ഞുപോയി. അപ്പൊ അതിന്റെ കാരണം ആരാ? ഈ ഗവൺമെന്റാണ്. ഈ കേരള ബാങ്ക് തുടങ്ങി 13,000 കോപ്പറേറ്റീവ് സൊസൈറ്റികളെ അനാഥരാക്കി. ജവഹർലാൽ നെഹ്റു തുടങ്ങിയത് എത്രയോ ആലോചനയുടെ ഭാഗമായിട്ടാണല്ലോ. സെൻട്രൽ ബാങ്ക്, ഡിസ്ട്രിക്ട് ബാങ്കിനെ വിളിക്കുന്നത് സെൻട്രൽ ബാങ്ക് എന്നാണ്. ഇന്ന് കേരളത്തിലെ 13,000 ബാങ്കുകൾക്ക്, മിസ്ലേനിയസ് സംഘം, ബാങ്കല്ല സംഘങ്ങൾക്ക് അപക്സ് ഇല്ല. ഓക്കെ, അപ്പൊ ഏതായാലും ഇവർ തകരാൻ പോകുന്നത് പിണറായി വിജയൻ കണക്കുപുറത്ത് പറഞ്ഞോണ്ടോ സഹകരണ മേഖലയിലെ തകർച്ച, സമസ്ത മേഖലകളിൽ തീരുമാനങ്ങളെല്ലാം സർക്കാരിന്റെ പതനത്തിന് കാരണമായി എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അവരുടെ തകർച്ചയ്ക്ക് കാരണം ചിലര് പറയുന്നുണ്ട്. ഞാനത് ക്ലിയർ ചെയ്യാം. പിണറായി വിജയന്റെ കാർക്കശ്യം, ധാർഷ്ട്യം, അതൊക്കെ ഒരു ഒട്ടകത്തിന്റെ മുതുകൊടിച്ച അവസാനത്തെ കച്ചി തുറുമ്പെന്ന് പറഞ്ഞ മാതിരിയേ ഉള്ളൂ. റിയൽ റീസൺ അതല്ല. ടോട്ടൽ ഫെയിലിയർ ഇൻ ഗവർണൻസ്, അഗ്രേറിയൻ ഡിസ്ട്രസ്, അതേപോലെ തന്നെ മത്സ്യ മേഖലയിൽ ഉണ്ടായിട്ടുള്ള ആ പ്രശ്നങ്ങൾ, ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഇവർക്കെതിരെ വോട്ട് ചെയ്യുന്നത്. ഇനി ഞങ്ങളുടെ കൊടുക്കൊണ്ട് മാത്രമല്ല ഞാൻ കൺസീഡ്. അവർക്കൊരു ചേഞ്ച് വരണം. ആ ചേഞ്ച് ഏജന്റ് ആയിട്ട് UDF നിൽക്കും. അതെ, അപ്പൊ പ്രതിപക്ഷ നേതാവിന്റെ യാത്ര തുടങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു സംഗതി,
കേരളം വലിയൊരു കടക്കണിയിലാണ്. ഏകദേശം 6 ലക്ഷം കോടി രൂപയുടെ കടബാധ്യതയിലാണ് സംസ്ഥാനം നിൽക്കുന്നത്. ഈ കടബാധ്യതയിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കാൻ വേണ്ടിയുള്ള നയം ഞാൻ ഈ യാത്ര അവസാനിക്കുന്നതിന് മുമ്പ് പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ ആ പ്രഖ്യാപനം ഉണ്ടായില്ല. ഇപ്പോഴും എന്താണ് എന്ന് നമുക്ക് വ്യക്തമല്ല. കാരണം അതിനിടയ്ക്കാണ് ഇപ്പോൾ ശ്രീ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് രാഹുൽ ഗാന്ധി വന്ന ഒരു ഗ്യാരണ്ടി 5 ഗ്യാരണ്ടി പ്രഖ്യാപിച്ചത്. ഈ ഗ്യാരണ്ടി തെരഞ്ഞെടുപ്പ് വാഗ്ദാനം ഇലക്ഷൻ ലക്ഷ്യമാക്കിയെന്ന ആരോപണം ഉണ്ടെങ്കിൽ പോലും സ്വീകാര്യമായ സംഗതികളാണ്, നല്ല കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് മുഴുവൻ. കേരളത്തിലെ സ്ത്രീകൾക്ക് മുഴുവൻ സൗജന്യമായ യാത്ര, രോഗികൾക്കൊക്കെ 25 ലക്ഷം രൂപ വരെ സൗജന്യം, സ്ത്രീകൾക്ക് 3000 രൂപ വരെ ക്ഷമ പെൻഷൻ 3000 രൂപയായിട്ട് കൂട്ടുന്നു. യുവതികൾക്ക് 1000 രൂപ വീതം മാസം തോറും പെൺകുട്ടികൾക്ക് കോളേജിൽ പഠിക്കും. അതെ. അപ്പൊ ഇതിനകത്ത് അറിയേണ്ട ഒരു സംഗതി, നിങ്ങൾ പറയുന്നു ഓൾറെഡി ഇത് സാമ്പത്തികമായിട്ട് ഈ സർക്കാർ തകർന്നു നിൽക്കുകയാണ്. കിഫ്ബി പോലുള്ള സ്ഥാപനം കൊണ്ട് അനധികൃതമായിട്ട് എടുത്ത കടം ഈ സർക്കാരിന്റെ കടബാധ്യതയെ പരിധിക്കപ്പുറത്തേക്ക് കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. കേരളത്തിലെ ഓരോ വ്യക്തിയുടെയും തലയിൽ 1,75,000 രൂപയുടെ വീതം കടമാണ്, ജനിക്കാൻ പോകുന്ന കുട്ടികൾ ഉൾപ്പെടെ. ഇതിനെ മറികടക്കാൻ വേണ്ടി നിങ്ങൾ ഈ വലിയ പദ്ധതികളൊക്കെ ആവിഷ്കരിച്ചു, നിങ്ങൾ വലിയ പ്രഖ്യാപനങ്ങൾ നടത്തി, നിങ്ങൾ ഇതിനെ പാലത്തേക്ക് ഒഴുക്കുമെന്ന് പറയുന്നു, ഇവിടുത്തെ അഗ്രികൾച്ചർ സെക്ടറിന്റെ പ്രശ്നങ്ങളെല്ലാം തീർക്കുമെന്ന് പറയുന്നു. നിങ്ങൾ എങ്ങനെയാണ് ഇതിന്റെ പണം കണ്ടെത്തുന്നത്? നമ്മൾ ഈ കടം എന്ന് പറയുന്നത് അതിന്റെ കേവലമായിട്ടുള്ള സംഖ്യ അല്ല. അതാണ് നമ്മുടെ ഈ ഗവേണൻസിൽ താങ്കൾ നേരത്തെ എനിക്ക് നേരെ ആരോപിച്ച ചില ആരോപണങ്ങളിൽ ഞാൻ പഠിച്ച പബ്ലിക് ഫിനാൻസ്, ഞാൻ ശാസ്ത്രം പഠിച്ചതാണ്. പബ്ലിക് ഫിനാൻസിന്റെ ബ്യൂട്ടി എന്താന്ന് പറഞ്ഞാൽ, ഗവൺമെന്റിന്റെ പബ്ലിക് ഫിനാൻസ് മാനേജ്മെന്റ് ഒരു കമ്പനിയുടെ ഫിനാൻസ് മാനേജ്മെന്റ് പോലെയല്ല. പബ്ലിക് ഫിനാൻസ് മാനേജ്മെന്റും നാടിന്റെ ഇക്കോണമിയും തമ്മിൽ ബന്ധമുണ്ട്. ഇപ്പൊ ഒരു കമ്പനി കടം കൊടുക്കുന്നത് ആ നാട്ടിന്റെ GDP നോക്കിയിട്ടല്ല, അവരുടെ കയ്യിലുള്ള വസ്തുവിന്റെയോ സ്വർണത്തിന്റെയോ അല്ലെങ്കിൽ ഇവരുടെ ഷെയർ വാല്യൂ വെച്ചിട്ടാണ്, അല്ലേ? ആണല്ലോ. ഷെയർ വാല്യൂ ആയിട്ട് ഇതിനെ വേണ്ടി താരതമ്യപ്പെടുത്താം. താങ്കൾ സമയമെടുത്ത് പറഞ്ഞാലും കുഴപ്പമില്ല, താങ്കൾ മനോഹരമായിട്ട് അതിനെ വിശദീകരിക്കുന്നുണ്ട്. എല്ലാവരും അറിയേണ്ട ഒരു വിഷയം തന്നെയാണ്. തീർച്ചയായും താങ്കൾക്ക് അതിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഉള്ളത് കേൾക്കാനായിട്ട് എനിക്കും അറിയാം. അതുകൊണ്ട് ഈ 6 ലക്ഷം കോടി എന്നുള്ളത് എന്തുകൊണ്ടാണ് ഭാരമാവുന്നത്? നമ്മുടെ GSDP-യുടെ ഏതാണ്ട് 40% വരുന്നതുകൊണ്ടാണ്. മേജർ സ്റ്റേറ്റുകളിലെ നല്ല സ്റ്റേറ്റ് എന്ന് വിളിക്കാവുന്ന, ഈ കാര്യത്തിൽ നല്ലത് എന്ന് വിളിക്കാവുന്ന 25% കടമാവാം, തുകയല്ല. നമ്മുടെ GDP-യുടെ 25% കടമെടുക്കുന്നതാണ് ബുദ്ധി. അപ്പൊ എന്തുകൊണ്ടാണ് ഇത് ബന്ധപ്പെടുത്തിയിട്ടുള്ളത്? അപ്പൊ എന്താ GSDP GDP എന്ന് പറഞ്ഞാൽ എന്താണ്? നേരത്തെ പറഞ്ഞ ചേനയും വാഴയും പശുവും സൈക്കിളും തുണിഷോപ്പും എല്ലാം കൂടെ ചേർന്നാണ് GDP. വിദേശത്ത് നിന്ന് വരുന്നത്, വിദേശത്ത് നിന്ന് വരുന്ന പണം GDP അല്ല. GDP കണക്കി. പക്ഷേ ആ പണം ഇവിടെ വന്നിട്ട് ഒരു സാധനം വാങ്ങുമ്പോൾ GDP ആയി. GDP കാൽക്കുലേഷന്റെ ഒരു പ്രത്യേകതയാണ്. വിദേശത്ത് നിന്ന് അയച്ച പണം ഇവിടെ കെട്ടിക്കിടക്കുകയാണെങ്കിൽ GDP റിഫ്ലക്ട് ചെയ്യില്ല. പക്ഷെ അയാൾ പോയി ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചാൽ ഹോട്ടലിന്റെ ഭാഗത്ത്, അല്ലെങ്കിൽ അയാൾ ഒരു വീട് വാങ്ങി, കാറ് വാങ്ങി GDP. അപ്പൊ അത് കണക്റ്റഡ് ആണ്, നോട്ട് ഡയറക്ട്ലി ബട്ട് ഇൻഡയറക്ട്ലി. അപ്പൊ നമ്മുടെ GDP ഗ്രോത്ത് കൂട്ടണം. അത് കൂട്ടണമെങ്കിൽ ഗവൺമെന്റ് നേരിട്ട് കൂട്ടാൻ പറ്റില്ല. ഇപ്പൊ നേരത്തെ പറഞ്ഞൊരു എക്സാമ്പിൾ എടുക്കാം. വിഴിഞ്ഞം തുറമുഖം അല്ലേ, ഗവൺമെന്റ് ട്രഷറിയിൽ നിന്ന് പൈസ കൊടുത്തിട്ടല്ല വിഴിഞ്ഞം ഉണ്ടാക്കിയത്. കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പ്ലാനിങ് എന്ന് ഞങ്ങള് ചന്ദ്രശേഖർ സാറും വിജയരാഘവനും ഞാനും ശ്രീധരേട്ടൻ ഒക്കെ അവിടെയാണല്ലോ ബോർഡ്. ഓഫ് കോഴ്സ് ശ്രീധരേട്ടൻ അവിടെ മെട്രോ, ഞങ്ങളിവിടെ വിഴിഞ്ഞം ജില്ലാകരായിരുന്നു അവിടുത്തെ ചാർജ്. സി ലൈക്ക് ദാറ്റ് നമ്മൾ കുറെ പൈസ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആ കൊടുത്ത പൈസയൊക്കെ തിരിച്ചു കിട്ടിയില്ലേ? മുഴുവൻ കിട്ടിയില്ല, കിട്ടിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ നിങ്ങള് പോളിസി ഡിസിഷൻസ്, നിങ്ങളുടെ പബ്ലിക് പോളിസി ഡിസിഷനാണ് GDP ഗ്രോത്തിന്റെ അടിത്തറ. ഇപ്പൊ അഗ്രികൾച്ചർ GDP ഗ്രോത്തിന് ഒരു പരിധിയുണ്ട്. മാക്സിമം 4% ഗ്രോ ചെയ്യുള്ളൂ. ഞാൻ സാധാരണ പറയാറുണ്ട്, 1 കോഴി 2 മുട്ട എന്തായാലും ഇല്ല. 100 കോഴിക്ക് 100 മുട്ട ഇടാൻ പറ്റൂ മാക്സിമം. അതുകൊണ്ട് GDP ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള ഒരു
വർക്കും ഈ 10 വർഷം കൊണ്ട് നടന്നിട്ടില്ല. ഇല്ല, അതിന് ഞാൻ അല്ല, ഒരു കാര്യം പറയും. എന്ത് പോളിസിയാണെന്ന് ഈ നാട്ടിലെ റോഡുകളുടെ വികസനം, ഈ നാട്ടിലെ പുതിയ പാലം വരുന്നത്, ഈ നാട്ടിലെ പിന്നെ പുതിയ കെട്ടിടങ്ങൾ വരുന്നത് ഒക്കെ ഒരു നിങ്ങൾ നോക്കുമ്പോൾ അതൊരു സർവീസിന് വേണ്ടിയുള്ളതാണെന്ന് പറഞ്ഞാൽ സർവീസ് വഴി പണമല്ലേ വരുന്നത്. ഇവിടെ നല്ല റോഡും പാലവും വരുമ്പോൾ ടൂറിസം വരുന്നു, വ്യത്യാസമുണ്ട്, ബിസിനസിനെ സഹായിക്കുന്നു. ആ ബിസിനസ് എവിടെയാണ്? ഇവിടെ നല്ലൊരു കോറിഡോർ വന്നാലേ കമ്പനി. ഇപ്പോ പെരുമ്പളത്തേക്ക് ഒരു പാലം പണിതു, വെൽ ആൻഡ് ഗുഡ്, ഓക്കെ. പക്ഷെ പെരുമ്പളത്ത് ആ പാലം വരുന്നതുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു ടൂറിസം സെന്റർ പണിതില്ല, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറഞ്ഞില്ല. അല്ല, നമ്മൾ ടൂറിസം സെന്റർ എന്ന് പറയുന്നത് അല്ലല്ല, എവിടെയുള്ള ടൂറിസം സെന്ററിന് വേണ്ടിയുള്ള ഒരു ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതിനെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ കഴിയുന്ന കുറച്ചും കൂടെ ഒന്ന് ഭംഗിയായിട്ട് പ്ലാൻ ചെയ്യായിരുന്നു. പാലത്തിന് പെയിന്റ് അടിച്ചിട്ട് കാര്യമില്ല, ഞങ്ങളുടെ നാട്ടിൽ ഐസിന് പെയിന്റ് അടിക്കാന്ന് പറയും. ഈ പാലത്തിന് പെയിന്റ് അടിക്കുന്നതിന്റെ ഒരു തെറ്റായ നടപടിയാ. ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടായി പെയിന്റ് അടിക്കല്ല, പുതിയ പാലം പണിയുക ചെയ്തത്. അല്ല, അതിന്റെ മുകളിൽ പെയിന്റ് അടിയുണ്ട്, പഴയതിന്റെ മുകളിലുണ്ട്. പിന്നെ നമ്മൾ ലൈറ്റ് ഇടുക, എന്നിട്ട് ഡ്രോണിൽ എടുക്കുക. ആദ്യമായിട്ടാണല്ലോ ഒരു പാലം കേരളത്തിൽ പണിയുന്നത്. ഇത്രയും വലിയ പാലം ആദ്യമായിട്ട് ഇതിനേക്കാളും വലിയ പാലമുണ്ട്. അതുപോലെ ഞാൻ പറഞ്ഞത്, സി ഇതൊക്കെ PR ആണ്. ഇവിടെ ഇൻഫ്രാസ്ട്രക്ചറിൽ കുറെ വർക്ക് ചെയ്തിട്ടുണ്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പൊ റോഡിന്റെ BMNBC വൽക്കരണം, ഞാൻ ഒരു കാര്യം പറയട്ടെ ചൂണേ, നിങ്ങൾ അതിനെയൊക്കെ എത്ര കുറച്ച് കണ്ടാൽ, ഞാൻ കുറച്ച് കാണുന്നില്ല. വലിയ പാലത്തിന്റെ ഒരു ചിത്രം ചാനലുകളിലും പത്രത്തിലും അത് ആളുകളുടെ മനസ്സിലുണ്ടാക്കുന്ന പോസിറ്റീവ് സംഗതി നിങ്ങൾ ഇഗ്നോർ ചെയ്ത് കളയരുത്. അഡ്വർടൈസ്മെന്റ് നല്ലൊരു കാര്യമാണ്. അതായത് വേണ്ടി അവർ പൈസ മുടക്കുന്നുണ്ടാവും, ഞാൻ നിങ്ങൾ വിമർശിക്കുന്നുണ്ടാവില്ല, പക്ഷെ അവരുടെ ലക്ഷ്യം നേടുന്നതിനേക്കാളും നന്നായിട്ട് താങ്കൾക്ക് അറിയാലോ. ഈ അഡ്വർടൈസ്മെന്റ് പഠിക്കുമ്പോ ഈ പറഞ്ഞ പോലെ ചിലത് പഠിക്കാൻ ശ്രമിച്ചോണ്ട് പറയാണ്, കഷണ്ടിക്കാരനെ കൊണ്ട് ചീപ്പ് വാങ്ങിക്കുന്നതാണല്ലോ അഡ്വർടൈസ്മെന്റ്. അതെ അതെ, അത് അഡ്വർടൈസ്മെന്റ് എവിടേക്ക്? അഡ്വർടൈസ്മെന്റ് ഗവൺമെന്റ് ആണ്. അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞത്, ഈ ഗവൺമെന്റ് ഗൗരവമായ GDP ഗ്രോത്തിന് ദീർഘകാല പ്രയോജനം ഉണ്ടാവുന്ന എന്ത് കാര്യമാണ് ചെയ്തത്? സിയാൽ കെ കരുണാകരന്റെ പേരിടേണ്ടത് ശരിക്കും അല്ലേ? ഇന്ന് നമ്മുടെ സെൻട്രൽ കേരളത്തിന്റെ GDP ഗ്രോത്തിനെ എമ്മാതിരി അത് സ്പിൻ ചെയ്യുന്നില്ലേ? സ്പിന്നർ എന്ന് അതിനെ വിളിക്കുക. വിഴിഞ്ഞം സ്പിന്നറാണ്. പരിയാരം മെഡിക്കൽ കോളേജ് ആ ഘട്ടം മേഖലയിലെ ഒരു സ്പിന്നർ. അതിനെ തടസ്സപ്പെടുത്താനൊക്കെ നോക്കിയൊന്നും ഞാൻ പോണില്ല. തുരങ്കം പണി തുടങ്ങിയിട്ടുണ്ട്, മാന്തിയിട്ടുണ്ട്. പണിയല്ല, 10 വർഷം കൊണ്ട് മിനിഞ്ഞാന്ന് എന്തോ മാന്തി അവിടെ പോയിട്ട്. തുടങ്ങി വെച്ചു. മാന്തി എന്ന് പറഞ്ഞാൽ ഞാൻ അക്ഷരാർത്ഥത്തിൽ മാന്താണ് ചെയ്തത്. നേരത്തെ പണിയായിരുന്നല്ലോ 10 കൊല്ലം കൊണ്ട്, ഞങ്ങളാരും തടസ്സപ്പെടുത്തിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഒന്നും സ്പിന്നർ ചെയ്തിട്ടില്ല. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നു പബ്ലിക് ഫിനാൻസ്. പബ്ലിക് ഫിനാൻസിന്റെ പ്രശ്നം GDP ഗ്രോത്ത് റേറ്റ് ആണ്, അല്ലെങ്കിൽ GDPയുടെ ഗ്രോത്ത് ആണ്. GDPയെ ഗ്രോ ചെയ്യാനുള്ള പണിയാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. 1. 2, ഇനി നേരിട്ട് ടാക്സ് പിരിവിന്റെ കാര്യത്തിലേക്ക് വരാം. ഞാൻ കണക്ക് പറയുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. ഇല്ല, പിണറായി ഗവൺമെന്റ് വരുന്ന സമയത്ത് SOTR എന്നാണ് അതിനെ വിളിക്കുക, സ്റ്റേറ്റ്സ് ഓൺ ടാക്സ് റവന്യൂ. ഒരു ചുരുക്കപ്പേര് 42,000 കോടിയാണ്. ഓക്കെ, ഇപ്പൊ ബാലോപാൽ അവതരിപ്പിച്ച ബജറ്റിൽ 83,000 കോടിയാണ് കിട്ടിയത്. 10 വർഷം കൊണ്ട് ഇരട്ടിയായി. അപ്പൊ എത്ര % ഗ്രോ ചെയ്തു? 7%. അഗ്രഗേറ്റ് ഗ്രോത്ത് റേറ്റ് 10 ആണ്, 7 ആണ്. ഇതൊരു 12 ആയിരുന്നു ഇരിക്കട്ടെ, ഈ കടം വാങ്ങണ്ട, മനസ്സിലായോ? ഈ 83 1.25 നമ്മൾ ഗ്യാപ്പേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് വലിയ ആകാശം ഇടിഞ്ഞുകൊള്ളുന്ന കാര്യമല്ല. പിന്നെ ഈ നോൺ ടാക്സ് റവന്യൂ ഈ 7-12 ആക്കുക എന്ന് പറയുന്നത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല എന്നുള്ളതാണ് ജോൺ പറഞ്ഞു വരുന്നത്. കാരണം എന്തുകൊണ്ട്? നമ്മുടെ കേരളത്തിന്റെ മാർക്കറ്റിലെ എക്സ്പെൻഡിച്ചർ പാറ്റേൺ എടുക്കുക, അതിന് കൃത്യമായിട്ട് കൺസംഷൻ പാറ്റേൺ എന്നാണ് പറയുന്നത്. ഗ്രോത്ത് ഇൻ ദ കൺസംഷൻ 7% ആണോ? 14%, 15% കൺസംഷൻ കൂടുന്നുണ്ട്. അപ്പൊ കൺസംഷന് പാരലായി ടാക്സ് കൂടുന്നില്ല. ഇപ്പൊ ടാക്സ് വെട്ടിപ്പ് നടക്കും. കറക്റ്റ്. ടാക്സ് വെട്ടിപ്പുകാരുടെ സ്വർഗമാണ് കേരളം. ഏറ്റവും കൂടുതൽ ടാക്സ് വെട്ടിപ്പ് നടക്കുന്ന ഒരു മേഖല സ്വർണ്ണ കച്ചവടം. സ്വർണം മാത്രമല്ല, അതിനെയൊക്കെ തൊടാൻ നിങ്ങൾ തയ്യാറാകുമോ? സ്വർണം മാത്രമല്ല, സ്വർണം ഒന്ന് മാത്രം. സ്വർണം ഇത് കിട്ടിയാ പോരാ. ഇറ്റ് ഈസ് എ ഹെവൻ ആൻഡ് എ ഹാവൻ. ഇംഗ്ലീഷിൽ 2 വാക്കുണ്ട്. നല്ലൊരു സങ്കേതമാണ് സ്വർഗമാണ്.
ഞാൻ ലേറ്റസ്റ്റ് കേട്ടത്, ചിലപ്പോ ഇത്തിരി അതിശോക്തി ഉണ്ടാവാം, പണ്ട് ഇങ്ങോട്ട് വരികയാണല്ലോ ചരക്ക്, ഉം. ഇങ്ങോട്ട് വന്നിട്ട് ചരക്ക് ഇവിടെ ഒളിപ്പിച്ച് വെച്ചിട്ട് അങ്ങോട്ട് പോകുന്നുണ്ടെന്ന്. ഇത് ഒളിപ്പിച്ചു വെക്കാൻ പറ്റിയ സ്ഥലമാണ് അർത്ഥം. മനസ്സിലായി. ഉം. പാലക്കാട് കോയമ്പത്തൂർ വെക്കുന്നതിന് പകരം പാലക്കാട് വെച്ചിട്ട് തിരിച്ചു കൊണ്ടുപോയാലും കുഴപ്പമില്ല. മനസ്സിലായി. ഉം. ഇവിടെ എത്ര കേസ്, ഇപ്പൊ സീറ്റ് ബെൽറ്റ് പിടിക്കുന്ന ഭയങ്കരമായ അതൊക്കെ എടുക്കും. സാറ്റലൈറ്റുകളൊക്കെ വെച്ചല്ലോ, എത്ര കേസ് ട്രക്കുകളുടെ നമ്പർ പ്ലേറ്റ് നോക്കി പിടിച്ചു.